കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ ഫലം എന്തായിരിക്കുമെന്ന് കൂട്ടിയും കിഴിച്ചുമൊക്കെ ഇങ്ങനെ കണക്കുകൾ എടുക്കുന്ന സമയമാണ്. ഇഷ്ടംപോലെ സമയമുണ്ട്. ജൂൺ 4 പെട്ടി വോട്ടിംഗ് മെഷീൻ തുറന്ന് വോട്ട് എണ്ണുകയുള്ളൂ. അതുവരെ ഇഷ്ടംപോലെ സമയമുണ്ട്. നമുക്ക് മനക്കോട്ടകൾ കെട്ടാം. LDFന് എത്ര കിട്ടും, UDFന് എത്ര കിട്ടും, NDA അക്കൗണ്ട് തുറക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകളുടെ സമയമാണ്. അപ്പം നമ്മളതിൽ നിന്ന് മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. എന്നാൽ ഞങ്ങൾ ചില കണക്കുകൾ പറയുന്നു. അത് വെറുതെ ഒരു ഊഹാപോഹം വെച്ച് പറയുകയല്ല. ഞങ്ങൾ കുറേ അതിന് ഡേറ്റ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഓരോ മണ്ഡലത്തിലെയും നോക്കിയിട്ട് ഇത് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേയൊക്കെ തെറ്റിപ്പോവാം. ഇതൊക്കെ ഒരു പ്രവചന സ്വഭാവം അതിനുണ്ട്. പ്രവചനം നേരെയാവാം, തെറ്റാവാം, ശരിയാവാം, തെറ്റാവാം. അപ്പം ഇതിൽ നമ്മുടെ 20 ലോക്സഭാ സീറ്റുകളിൽ ഞങ്ങളൊരു കണക്ക് പറയുകയാണ്. ലെഫ്റ്റ് റൈറ്റ് വോയിസിൻ്റെ ഒരു കണക്ക് പറയുക. UDFന് മുൻതൂക്കമുണ്ട്. യെസ്, UDFന് മുൻതൂക്കമുണ്ട്. എന്നാൽ UDFന് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കുറയും. LDFന് ഒരു മുന്നേറ്റമുണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ഒന്ന്, UDFന് മേൽക്കൈ മുൻതൂക്കമുണ്ട് ടോട്ടൽ സീറ്റുകൾ വരുമ്പോൾ. എന്നാൽ UDFന് സീറ്റുകൾ കുറയും. LDFൻ്റെ മുന്നേറ്റമുണ്ടാകും. അതിൻ്റെ അർത്ഥം LDF കഴിഞ്ഞ തവണ 2019 വെറും ഒരു സീറ്റിൽ നിന്ന് ജമ്പ് ചെയ്തിട്ട് മിനിമം 5 സീറ്റല്ല അതിന് മുകളിലേക്ക് ജമ്പ് ചെയ്ത് പോകുമ്പോൾ LDFൻ്റെ മുന്നേറ്റമാണ്. അങ്ങനെയാണല്ലോ വിലയിരുത്തുക. UDF 19 എന്ന് പറയുന്ന ഒരു വലിയ സംഖ്യയിൽ നിൽക്കുകയാണ്. 19 സീറ്റിൽ ജയിച്ച UDF കേരളത്തിൽ. അതിൽ നിന്ന് അവർക്ക് 5 സീറ്റ് പോയാൽ തന്നെ അത് അവർക്ക് വൻ തിരിച്ചടിയാണ്. എന്നാൽ മൊത്തം സീറ്റുകളിൽ അവർ കൂടുതൽ സീറ്റുകൾ വിജയിച്ചെന്നിരിക്കുക. ഇതാണ് ഞങ്ങൾ പറയുന്ന കണക്ക്. ഇത് വളരെ വ്യക്തമായ ഒരു കണക്കാണ്. ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇനി അതിൽ കൃത്യമായിട്ട് ഞങ്ങൾ ഇതിനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്യുകയാണ്. ഈ 20 സീറ്റുകളെ, ആ 20 സീറ്റുകളിൽ പ്രോ UDF എത്രയുണ്ട്, UDFന് മിക്കവാറും ജയിക്കാമെന്ന തീർച്ചയുള്ള സീറ്റുകൾ എത്രയുണ്ട്, LDFന് എത്രയുണ്ട്, കയ്യാലപ്പുറത്തിരിക്കുന്നത് തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ, എൻ്റെ കുതിരവട്ടം പപ്പു സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാവുന്ന സീറ്റുകൾ ഒരു കുറച്ച് സീറ്റുകളുണ്ട്. അപ്പോൾ ചോദിക്കുക NDAയുടെ കാര്യം എന്താ പറയാത്തത്? NDAയുടെ കാര്യം പറയാം. അത് അവസാനം പറഞ്ഞ് നിർത്താം ഈ വീഡിയോ. അപ്പം ഞങ്ങൾ കാണുന്നത് UDFന് ജയിക്കാവുന്ന സീറ്റുകൾ, പ്രോ UDF സീറ്റുകൾ കൊല്ലം, തെക്കുന്ന് വടക്കോട്ടേക്കുള്ള യാത്രയാണ്. കൊല്ലം, എറണാകുളം, മലപ്പുറം, പൊന്നാനി, വടകര, കാസർഗോഡ്, വയനാട്, ഇടുക്കി. 8 സീറ്റുകൾ UDFന് ജയിക്കാൻ വളരെ സാധ്യതയുള്ള 8 സീറ്റുകളാണ് ഞങ്ങൾ ഈ പറഞ്ഞത്. ഇതിനകത്ത് 2 സീറ്റുകൾക്കകത്ത് നമുക്കൊരു ചോദ്യചിഹ്നം വരും. 8ൽ തന്നെ 2, അതായത് വടകരയും പൊന്നാനിയും. വടകരയിൽ നിങ്ങൾ എന്തുകൊണ്ട് UDFന് മുൻതൂക്കം പറയുന്നു എന്ന് ചോദിക്കുക. അത് വടകരയുടെ പ്രത്യേകത കൊണ്ടാണ്. കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വർഗീയ വിഷം വമിപ്പിച്ച് അശ്ലീല രാഷ്ട്രീയം പറഞ്ഞ തെരഞ്ഞെടുപ്പാണ് വടകരയിൽ കണ്ടത്. കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ നമ്മളത് കണ്ടിട്ടില്ല. അതിന് നേതൃത്വം കൊടുത്തത് അവിടുത്തെ കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ഷാഫി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വടകരയിൽ വർഗീയത പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ വർഗീയതയുടെ വോട്ട് കൊണ്ടാണ് UDF അവിടെ ജയിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ വടകരയെ പ്രോ UDFിൽ പെടുത്തുന്നത്. അവിടെ ഒരു ഒഴിവുകഴിവുള്ളത്, ഈ വർഗീയത അവിടുത്തെ വോട്ടർമാരുടെ തലയിൽ പിടിച്ചിട്ടില്ലെങ്കിൽ, അവർ നിഷ്പക്ഷമായിട്ട് മതേതര ചിന്ത വെച്ചിട്ട് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഷാഫി ജയിക്കത്തുമില്ല. അപ്പം നമുക്കതിന് തീർച്ച പറയാൻ കഴിയില്ല. കാരണം അവിടെ ഭയങ്കരമായ രീതിയിൽ വർഗീയ കാമ്പയിൻ നടന്ന മണ്ഡലമാണ് വടകര. അതുകൊണ്ടാണ് വടകരയിൽ ഞങ്ങൾ ഇതിനകത്തൊരു എക്സെപ്ഷൻ, ഒഴിവുകഴിവ് പറയുന്നത്. പിന്നെ പറയുന്ന പൊന്നാനിയിൽ ലീഗിന് വോട്ടുകൾ ഗണ്യമായിട്ട് കുറയും.
ലീഗിൻ്റെ മുൻ നേതാവ് തന്നെയാണ് അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി ഹംസ. പൊന്നാനിയിൽ ലീഗ് ജയിച്ചാൽ തന്നെ ഭൂരിപക്ഷം കുറയുന്ന സാഹചര്യം. ഇനി അവസാനം ഒരു അട്ടിമറി ജയം പണ്ട് TK ഹംസയൊക്കെ ജയിച്ച് അഹമ്മദിനെ തോൽപ്പിച്ച് ജയിച്ചതുപോലെ ഒരു അട്ടിമറി നടന്നുകൂടായില്ല മലപ്പുറത്തിൻ്റെ മണ്ണിൽ, പൊന്നാനിയിൽ പ്രത്യേകിച്ച്. അതുകൊണ്ട് ഈ 2 സീറ്റുകളിൽ നമ്മൾക്കൊരു ജാഗ്രത കാര്യത്തിൽ 8 സീറ്റ് UDFിന് പറയുന്നതിൽ പൊന്നാനിയും വടകരയും വളരെ അവസാന നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റാത്ത 2 മണ്ഡലങ്ങളാണ്. പക്ഷെ ഞങ്ങൾ ഈ 2 മണ്ഡലങ്ങളെയും പ്രത്യേകിച്ച് വടകരയും നമ്മൾ UDFിൻ്റെ കിറ്റിയിൽ ഉൾപ്പെടുത്തുകയാണ്. 8 സീറ്റുകൾ. ഇനി LDFിന് ജയിക്കാവുന്ന ഷുവർ സീറ്റുകൾ, LDFിന് മേൽക്കൈയുള്ള ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ, അത് തെക്കുന്ന് വടക്കോട്ട് തന്നെ പോവാം. ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശ്ശൂർ, ആലത്തൂർ, കണ്ണൂർ, ഈ 5 സീറ്റുകളിൽ LDFിന് ജയിക്കാവുന്ന എല്ലാ സാഹചര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ നേടിയ 1 LDF 5ലേക്ക് ജമ്പ് ചെയ്യും മിനിമം. അത് തന്നെ LDFിന് മഹാവിജയമാണെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. 1 സീറ്റ് മാത്രം ഉണ്ടായിരുന്നത് 5 സീറ്റിലേക്ക് വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ UDFിൻ്റെ 4 സീറ്റുകൾ പോയി എന്നാണ് അതിൻ്റെ അർത്ഥം, കുറഞ്ഞു എന്നാണ് അർത്ഥം. അപ്പം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഇവിടെ LDFിന് വ്യക്തമായ മേൽക്കൈ ഈ പറയുന്ന മേൽക്കൈ ഈ 5 മണ്ഡലങ്ങൾ ആറ്റിങ്ങൽ, മാവേലിക്കര, തൃശ്ശൂർ, ആലത്തൂർ, കണ്ണൂർ തീർച്ചയായിട്ടും ഉണ്ട്. ഇനി കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങകൾ ഏതൊക്കെയാണെന്ന് ഞങ്ങൾ പറയാം. ആ തേങ്ങകൾ 7 ഉണ്ട്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴുന്നതനുസരിച്ച് ടാലി മാറും. ഈ ടൈ ആയ മണ്ഡലങ്ങൾ കടുത്ത പോരാട്ടം, അതേസമയം കടുത്ത പോരാട്ടം ഇല്ലെങ്കിലും മേൽക്കൈ ചിലർക്കുണ്ടെങ്കിലും അവസാനം വോട്ട് തിരിഞ്ഞു പറഞ്ഞ് പരാജയപ്പെടാവുന്ന സാഹചര്യം. ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ എന്ന് പറയുന്നത്. കടുത്ത മത്സരമുള്ളത് അതിലുണ്ട്. എന്നാൽ ചില മേൽക്കൈ ഉള്ളത് കൊണ്ട് തന്നെ ആ സ്ഥാനാർത്ഥി ജയിക്കരുതെന്ന് പറഞ്ഞ് വോട്ട് മറ്റൊരു പാർട്ടി മറിക്കാൻ സാധ്യതയുണ്ട്, BJP ഉൾപ്പെടെ. അങ്ങനെയുള്ള ഫലം മാറി മറിയാവുന്ന ചില മണ്ഡലങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങകൾ ഇങ്ങനെയാണ്. തെക്കുന്ന് വടക്കോട്ട് തന്നെ പറയാം. തിരുവനന്തപുരം കയ്യാലപ്പുറത്താണ്, പത്തനംതിട്ട കയ്യാലപ്പുറത്താണ്, ആലപ്പുഴ KC വേണുഗോപാൽ നിൽക്കുന്നെങ്കിൽ അവിടെ കയ്യാലപ്പുറത്താണ്. അതിൻ്റെ സാഹചര്യം ഞങ്ങൾ പറയാം. ചാലക്കുടി കയ്യാലപ്പുറത്താണ്, പാലക്കാട്ട് കയ്യാലപ്പുറത്താണ്, കോഴിക്കോട് കയ്യാലപ്പുറത്താണ്, കോട്ടയം കയ്യാലപ്പുറത്താണ്. അങ്ങനെ 7 മണ്ഡലങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങകളാണ്. ഇതിൽ ഓരോ മണ്ഡലവും പരിശോധിക്കുക. തിരുവനന്തപുരം ശശി തരൂർ പിന്നോക്കം പോയിട്ടുണ്ട്. ശശി തരൂരിന് വോട്ട് കുറയും. വോട്ട് കുറയുമ്പോൾ കുറേ വോട്ടുകൾ രാജീവ് ചന്ദ്രശേഖറിന് പോയിട്ടുണ്ട്, BJPക്ക്. യാഥാർത്ഥ്യമാണ്. അതേസമയം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷ വോട്ടുകളെല്ലാം സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ഒരു വോട്ട് പോലും മുൻ തെരഞ്ഞെടുപ്പ് പോലും നഷ്ടപ്പെടുത്തില്ല. അത് പതിയൻ രവീന്ദ്രൻ കിട്ടും. മുമ്പ് CPIയുടെ സ്ഥാനാർത്ഥികൾ വീക്കായിരുന്നത് കൊണ്ട്, ദുർബലരായിരുന്നത് കൊണ്ട് പല ഇടതുപക്ഷ വോട്ടുകളും ശശി തരൂരിന് പോയിട്ടുണ്ട്, BJP ജയിക്കാതിരിക്കാൻ. O രാജഗോപാലും പിന്നീട് കുമ്മനവും ജയിക്കാതിരിക്കാൻ LDF വോട്ടുകൾ തരൂരിന് പോയിട്ടാണ് തരൂർ ജയിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ തരൂരിന് വോട്ടുകൾ കുറയുമ്പോൾ, രാജീവ് ചന്ദ്രശേഖർക്ക് കുറേ വോട്ട് അതിൽ പോകുമ്പോൾ, ഒരുപക്ഷെ പന്നിയൻ കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് LDF കിറ്റിയിലേക്ക് പന്നിയൻ ജയിച്ചെന്നിരിക്കുക. ഇനി വോട്ടിംഗ് പാറ്റേണിൽ ഒരു ചെറിയ മാറ്റം വന്ന് രാജീവ് ചന്ദ്രശേഖർ ശരിക്കും പണമിറക്കി കോടീശ്വരനാണ് കളിച്ചിട്ടുണ്ട്. പണം കൊടുത്ത് വോട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ റിഫ്ലക്ഷൻ അവിടെ വരാം. അപ്പോൾ ഈ കയ്യാലപ്പുറത്തെ തേങ്ങ ഇവിടുന്ന് നേരെ തരൂരിന് അനുകൂലമായിട്ട് മാറിയേക്കാം. അത് രണ്ടാമത്തെ സാധ്യത. പിന്നെ BJP ജയിക്കുമെന്ന് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നില്ല. വോട്ട് പിടിക്കും തിരുവനന്തപുരത്തും തൃശ്ശൂരും, പക്ഷേ ജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്ത് ഉള്ളത്. ഇനി മറ്റൊരു കാര്യം, തിരുവനന്തപുരത്തെ 7 അസംബ്ലി സെഗ്മെൻറ്റിൽ ഏറ്റവും കുറച്ച് പോളിംഗ് നടന്നത് സിറ്റി മണ്ഡലങ്ങളിലാണ്. തീരദേശ മേഖലകളിലൊക്കെ നന്നായിട്ട് വോട്ട് ചെയ്തു, പോൾ ചെയ്തു. പക്ഷേ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ് തുടങ്ങിയ സിറ്റി, കഴക്കൂട്ടത്തിൻ്റെ ചില മണ്ഡലത്തിലെ ചില ഭാഗങ്ങൾ, അപ്പോൾ തിരുവനന്തപുരം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് ഈ മണ്ഡലങ്ങളിലൊക്കെ വോട്ടിംഗ് ശതമാനം ഗണ്യമായിട്ട് കുറഞ്ഞു. 60-നൊക്കെ അടുത്ത് 60 സംതിങ്ങൊക്കെ വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മൊത്തം തന്നെ 60-ന് മുകളിൽ ജസ്റ്റ് വന്ന 65 എന്നൊക്കെ പറയുന്ന ഇതിൽ നിൽക്കുന്ന മണ്ഡലമാണ്.
അപ്പോൾ സിറ്റി വോട്ടുകളിൽ ഗണ്യമായിട്ട് കുറഞ്ഞത് BJPക്ക് പ്രതികൂലമാണ്. BJP വോട്ടുകളിൽ അവിടെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകളിലും പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ LDF വോട്ടുകളെല്ലാം കൃത്യമായിട്ട് സിറ്റി മണ്ഡലങ്ങളിൽ, ഈ 3 മണ്ഡലങ്ങളിൽ ചെയ്തിട്ടുണ്ട്. വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്തും കഴിഞ്ഞിട്ടുണ്ട്. ആ നിലയ്ക്ക് LDF വോട്ടിൽ ചോർച്ചയില്ല, പോളിംഗ് കുറഞ്ഞിടത്ത് പോലും തിരുവനന്തപുരത്ത്. അതേസമയം രാജീവ് ചന്ദ്രശേഖർക്കും തരൂരിനും കിട്ടേണ്ടുന്ന വോട്ടുകളിൽ അവിടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. ഇതും തിരഞ്ഞെടുപ്പ് ഫലത്തെ ഒരുപക്ഷെ ബാധിക്കാവുന്ന ഘടകമാണ്. ഇതാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത. 2, മാവേലിക്കര പിന്നെ ടൈയിൽ പത്തനംതിട്ട. തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ടൈ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തോമസ് ഐസക്ക് വളരെ മുന്നിലായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും സ്വീകരണത്തിലും ജനങ്ങളുടെ സ്വീകാര്യതയിലും ഒക്കെ. തോമസ് ഐസക്ക് വളരെ മുന്നിലാണ് മറ്റ് 2 സ്ഥാനാർത്ഥികളെക്കാളും, ആന്റണിയെക്കാളും അനിൽ കെ ആന്റണിയുടെ പുത്രനേക്കാളും ഒക്കെ വളരെ മുന്നിലായിരുന്നു പ്രചാരണത്തിൽ. പക്ഷേ അത് വോട്ടായിട്ട് മാറുമോ എന്നത് രണ്ടാമത്തെ ചോദ്യമാണ്. പ്രചാരണത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് ഐസക് ജയിക്കണം, പക്ഷേ അവിടെ അണ്ടർ കറൻസ്, അന്തർധാര സജീവമാണ്. അനിൽ കെ ആന്റണി ഗണ്യമായിട്ട് വോട്ട് പിടിച്ചില്ലെങ്കിൽ ആ വോട്ടുകൾ ആന്റണിക്ക് മറിഞ്ഞാൽ അവിടുത്തെ ഫലം മാറിയേക്കാം. ഐസക്കിനൊരു ഈസി ജയം അവിടെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല പത്തനംതിട്ടയിൽ. കാരണം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ ലോക്സഭയിൽ ശബരിമല വിവാദം ഒക്കെ വെച്ച് കുത്തിപ്പൊക്കിയിട്ട് 3 ലക്ഷത്തോളം വോട്ട് കെ സുരേന്ദ്രൻ പിടിച്ചതാണ് പത്തനംതിട്ട, ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷേ ഇത്തവണ അനിൽ കെ ആന്റണിക്ക് ആ വോട്ട് പിടിക്കാൻ കഴിയില്ല. അനിൽ കെ ആന്റണി 2 ലക്ഷം വോട്ടെങ്കിലും പിടിച്ചാൽ ഭാഗ്യം. അപ്പോൾ 1 ലക്ഷം വോട്ടിൻ്റെ കുറവോടെ സംഭവിക്കുന്നു BJPക്ക് കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാൾ അപേക്ഷിച്ച്. അപ്പോൾ അനിൽ കെ ആന്റണി 2 ലക്ഷം വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ, അനിൽ കെ ആന്റണി വീണ്ടും താഴേക്ക് പോയാൽ അത് ആന്റണിക്ക് ഗുണകരമാകുന്ന ഒരു പിക്ചറായിട്ടായിരിക്കും വരിക. അതേസമയം അനിൽ കെ ആന്റണി ഒരു 2-2.5 ലക്ഷം വോട്ട് നിലനിർത്തിയാൽ, ഈ 3 ലക്ഷത്തിൽ 2 മുതൽ 2.5 ലക്ഷം വരെ നിലനിർത്തിയാൽ ഐസക്കിന് വളരെ ഒരു അത്യാവശ്യം നല്ലൊരു മാർജിനിൽ പത്തനംതിട്ടയിൽ ജയിച്ചു പോകാൻ പറ്റും. ഇതാണ് ഞങ്ങൾ കയ്യാലപ്പുറത്തെ തേങ്ങയാണ് പത്തനംതിട്ട എന്ന് പറയാൻ കാര്യം. ഇനി 3, ആലപ്പുഴ കയ്യാലപ്പുറത്താണ്. ആലപ്പുഴ ശോഭാ സുരേന്ദ്രൻ പിടിക്കുന്ന വോട്ടുകൾ KC വേണുഗോപാലിന് പണിയാവും, സംശയമില്ല. അതുകൊണ്ടാണ് ദല്ലാളെ ആരിറക്കിയത്, KC ഇറക്കിയത്. ഈ നന്ദകുമാർ ദല്ലാൾ രംഗത്ത് വന്നത് ആര് പറഞ്ഞിട്ടാണെന്നൊക്കെ നമുക്കറിഞ്ഞൂടെ. പത്തനംതിട്ടയിലും ദല്ലാളിനെ ഇറക്കി KC, ആലപ്പുഴയിലും തൊട്ടടുത്ത മണ്ഡലമായ ആലപ്പുഴയിലും ഇറക്കി ദല്ലാൾ നന്ദകുമാർ. എന്താ ശോഭാ സുരേന്ദ്രൻ്റെ 10 ലക്ഷം കൊടുത്ത് അവർ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞ് നന്ദകുമാറിനെ രംഗത്തിറക്കിയത് ആരാണ്? KC വേണുഗോപാൽ. ഇതൊക്കെ നമുക്ക് ആലോചിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ ശോഭയ്ക്ക് സമ്മതിക്കേണ്ടി വന്നു, 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ശോഭ ഡിഫെൻസീവിലായി. അപ്പോൾ 10 ലക്ഷം ഞാൻ വാങ്ങിച്ചത് എൻ്റെ ഒരു ഭൂമി വിൽക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടാണ് 10 ലക്ഷം വാങ്ങിയതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ഹവാല ഇടപാടിൽ കുഴൽപ്പണം പൈസ വന്നപ്പോൾ അത് പോലീസ് പിടിച്ചു, തക്ക സമയത്ത് ഈ പൈസ കൊടുക്കാൻ പറ്റിയില്ല എന്നൊക്കെ വേറൊരു പിന്നാമ്പുറ സംസാരമുണ്ട്. എന്തായാലും നന്ദകുമാർ വെടിപൊട്ടിച്ചു, KC വേണുഗോപാൽ പിന്നെ ഇരുന്ന് കളിച്ചു, ശോഭാ സുരേന്ദ്രൻ വെട്ടിലായി. ഇതേപോലെയാണ് അനിൽ കെ ആന്റണിക്കെതിരെ മറ്റേ 25 ലക്ഷത്തിന് നന്ദകുമാർ ഉന്നയിച്ചത്. എന്നോട് 25 ലക്ഷം വാങ്ങി പ്രതിരോധ വകുപ്പിലെ മറ്റേ ഡീലിന് ആ പൈസ തിരിച്ചു തന്നില്ല. അവസാനം PJ കുര്യനെ ഇടപെടേണ്ടി വന്നു, AK ആന്റണിയോട് പോയി സംസാരിക്കേണ്ടി വന്നു. കുര്യൻ സംസാരിച്ചു, അനിൽ കെ ആന്റണിയോട് സംസാരിച്ചു, അങ്ങനെ പൈസ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞൊരു വിവാദം അവിടെ കുത്തിപ്പൊക്കിയത് ആരാണ്? അതും KC വേണുഗോപാലാണ്. KC ചില്ലറ പുള്ളിയല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ ഡിഫെൻസീവിലാക്കിയാൽ KCക്ക് ആലപ്പുഴയിൽ ജയിക്കാൻ സാധിക്കും. അതിന് പരമാവധി നോക്കി ശോഭാ സുരേന്ദ്രൻ അദ്ദേഹത്തിന് ഇത്തിരി സാരിയിൽ ഇതിരി ചെളിയൊക്കെ പറ്റി ഈ നന്ദകുമാർ വിവാദത്തിൽ ഇതെല്ലാം ശരിയാണ്. എന്നാലും വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ശോഭ ആലപ്പുഴയിൽ വോട്ട് പിടിക്കും, ഒരുവിധം നന്നായിട്ട് വോട്ട് പിടിക്കും. അങ്ങനെ പിടിക്കുന്ന വോട്ടുകൾ KCക്ക് ഭീഷണിയാണ്. ഇനി KCയുടെ ഈ കുതന്ത്രം ഫലിച്ചിട്ടുണ്ടെങ്കിൽ, ശോഭാ സുരേന്ദ്രൻ വോട്ട് നന്നായിട്ട് പിടിച്ചില്ലെങ്കിൽ KCക്ക് ജയിക്കാം. അങ്ങനെ വരുമ്പോൾ പിടിച്ചെടുത്തു എന്ന് ആഘോഷിക്കുക. അതായത് LDFന്റെ 2019 കിട്ടിയ ഏക സീറ്റ് UDF KC വേണുഗോപാൽ എന്ന ശക്തനായ നേതാവ് പിടിച്ചെടുത്തു എന്നും ആഘോഷിക്കുക. അപ്പം ആരാഘോഷിക്കുക നമുക്ക് അവസാനം നോക്കാം. എന്തായാലും ആലപ്പുഴയും കയ്യാലപ്പുറത്ത് തന്നെയാണ്, ഒരു സംശയമില്ല. ഇനി ചാലക്കുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബെഹനാൻ കോൺഗ്രസിൻ്റെ ഫണ്ട് റേസറാണ്. ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന ബെന്നി ബെഹനാൻ കഴിഞ്ഞ തവണ നല്ല ഭൂരിപക്ഷത്തിനാണ് ഇന്നസെന്റിനെ തോൽപ്പിച്ചത്.
പക്ഷെ ഇത്തവണ പിക്ചർ അവിടെ മാറി. ഇത്തവണ ഒരു ഈസി വാക്ക് ഓവർ ബെന്നി ബെഹ്റാൻ ഇല്ല. കാരണം മത്സരിക്കുന്നത് സി രവീന്ദ്രനാഥ് എന്ന നല്ല ഒന്നാന്തരം രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഒരു അഴിമതിയിലും പെടാത്ത ഏറ്റവും നല്ല പ്രതിച്ഛായയുള്ള അധ്യാപകനായ സി രവീന്ദ്രനാഥാണ് ചാലക്കുടിയിലെ LDF സ്ഥാനാർത്ഥി എന്നതുകൊണ്ട് തന്നെ ബെന്നി ബെഹ്റാന് വലിയ ഒരു തിരിച്ചടി അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. പിന്നെ 2020 സാന്നിധ്യം സാബുവൻ ജേക്കബിൻ്റെ 2020 സ്ഥാനാർത്ഥി അവിടെയുണ്ട് ചാലക്കുടിയിൽ. അപ്പോൾ അവിടെ ചാലക്കുടിയിൽ 2020 ശരിക്കും വോട്ട് പിടിച്ചാൽ അത് ബെന്നിക്ക് പണിയാവും, പാരയാവും. കാരണം 2020 സാബുൻ ജേക്കബിൻ്റെ പ്രധാന ശത്രു ബെന്നി ബെഹ്റാനാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ടൈറ്റാണ്, കയ്യാലപ്പുറത്താണ് ചാലക്കുടി. ഇപ്പം തൊട്ടിപ്പുറത്ത് എറണാകുളം ഞങ്ങൾ UDF കിറ്റിയിൽ പെടുത്തിയെങ്കിലും അവിടെ LDFിൻ്റെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് വന്നൊരു ഹാലോ ഉണ്ടാക്കിയ KJ ഷൈൻ എന്ന വനിത CPMൻ്റെ സ്ഥാനാർത്ഥി. അവർ നന്നായിട്ട് വോട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പള്ളിയുടെ സ്ഥാനാർത്ഥിയാണ് ഹൈബി ഈഡൻ എന്നതുകൊണ്ട് തന്നെ ഹൈബി ഈഡൻ ഒരു മികച്ച MP ഒന്നും അല്ലായിരുന്നു എങ്കിലും പള്ളിയുടെ സ്ഥാനാർത്ഥി, എറണാകുളത്തെ ചർച്ചിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹൈബിക്ക് തന്നെ അവിടെ ഞങ്ങൾ സാധ്യത കൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഷൈൻ അത്ര അങ്ങ് എഴുതി തള്ളാവുന്ന ആളൊന്നും അല്ല. ഷൈൻ ഏതൊക്കെ അറ്റം വരെ എത്ര വോട്ട് പിടിക്കുമെന്നത് ആണ് ഹൈബിയുടെ വിജയത്തെ തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഞങ്ങളത് അങ്ങനെ UDFിൻ്റെ ഇതിൽ പെടുത്തിയത്. എറണാകുളം പൊതുവെ ഒരു UDF മണ്ഡലമായതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ പോളോ ഒക്കെ വല്ലപ്പോഴും ഒന്നോ രണ്ടോ പേര് ജയിച്ചു എന്നല്ലാതെ. പക്ഷെ ഷൈന് ഒരു അത്ഭുത സ്ഥാനാർത്ഥിയായിട്ട് വന്ന് ചിലപ്പോൾ അട്ടിമറി നടത്തിക്കൂടായികയില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് അവിടെ. പക്ഷേ പൊതുവെ അതിനെ നമ്മൾ പ്രോ UDF മണ്ഡലമായിട്ട് തന്നെ നമ്മളതിൽ പെടുത്തുകയാണ്. അപ്പോൾ ഇനി പാലക്കാട് കയ്യാലപ്പുറത്താണ് എന്ന് പറയാൻ കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നന്നായിട്ട് LDF വോട്ട് പിടിച്ച് ചെറിയ വോട്ടിനാണ് MP രാജേഷ് തോറ്റുപോയത് VK ശ്രീകണ്ഠനോട്. നമ്മളത് നോട്ട് ചെയ്യണം. ചെറിയ മാർജിൻ, ലോക്സഭയിൽ അത് വലിയ കാര്യമൊന്നുമല്ല. വെറും 11,637 വോട്ടിനാണ് ശ്രീകണ്ഠൻ MP രാജേഷിനെ ഇപ്പോഴത്തെ മന്ത്രിയെ തോൽപ്പിക്കുന്നത്. MP രാജേഷിനെ അന്ന് VK ശ്രീകണ്ഠന് 32.81%, MP രാജേഷിന് 37.68%, KK കൃഷ്ണകുമാർ C BJPയുടെ സ്ഥാനാർത്ഥിക്ക് 21.24% വോട്ട് കഴിഞ്ഞാണ് BJP പാലക്കാട്ട് നേടി. അത് ചെറിയ വോട്ടല്ല. അപ്പം ഇങ്ങനൊരു ചെറിയ മാർജിനാണ് VK ശ്രീകണ്ഠൻ കടന്നുപോയത്. അതിനെ മറികടക്കാൻ ഇപ്പോൾ വിജയരാഘവൻ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ നേതാവ് മത്സരിക്കുമ്പോൾ അതിനൊരു മേൽക്കൈ കിട്ടിയാൽ അത് ഒരുപക്ഷെ LDFിന് അനുകൂലമാകാം. ഇനി ശ്രീകണ്ഠന് ഈ മൊമെന്റം നിലനിർത്തിയാൽ മാത്രമേ ഈ കഴിഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോഴില്ല. രാഹുൽ ഫാക്ടറില്ല, രാഹുൽ പ്രധാനമന്ത്രിയാകുമെന്നുള്ള ഉറപ്പില്ല. പാലക്കാട്ട് ഇതൊക്കെ ഒരു ഫാക്ടറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ BJP വോട്ടുകൾ, ഈ 21% BJP വോട്ടുകൾ അവർക്ക് തന്നെ പോയാൽ അത് മറിക്കുമോ എന്നത് വേറൊരു ചോദ്യമാണ്. അതാണ് ഞങ്ങൾ കയ്യാലപ്പുറത്തെന്ന് പറയാൻ പല റീസൺസ്. പാലക്കാട് BJP വോട്ടുകൾ കൃഷ്ണകുമാർ തന്നെ പിടിക്കുമെന്ന് നമ്മൾ കരുതുക. കാരണം കൃഷ്ണകുമാർ ആ മേഖലയിലെ കരുത്തനായൊരു BJP രാഷ്ട്രീയ നേതാവാണ്. മലമ്പുഴയിലും അതേപോലെ പാലക്കാട്ടും ഒക്കെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണകുമാർ BJPയുടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ അവിടെ അട്ടിമറി UDFിന് വോട്ട് മറിച്ചില്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടൈ ആണ്. പാലക്കാട്ട് എന്തും സംഭവിക്കാം. ഒരുപക്ഷെ വിജയരാഘവനെ ജയിക്കാനുള്ള ഒരു ചാൻസ് അവിടെ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണത് ഞങ്ങൾ പാലക്കാട്ട് കയ്യാലപ്പുറത്തെ തേങ്ങയായിട്ട് പെടുത്തിയിരിക്കുന്നത്. പിന്നെ കോഴിക്കോട് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. MK രാഘവനെ ഒരു മികച്ച MP, ഒരു ഇമേജ് അദ്ദേഹം നിലനിർത്തി പോരുന്നുണ്ട്. 3 തവണ ജയിച്ച് 4ാം തവണ മത്സരിക്കുന്നു. എന്നാൽ ഇളവരാങ്കരിയും അത്ര ചെറിയ സ്ഥാനാർത്ഥിയൊന്നുമല്ല. CPMന്റെ വളരെ പ്രമുഖനായ വലിയ നേതാവാണ്. കോഴിക്കോട്ട് ഒത്തിരി ബന്ധങ്ങളുണ്ട്. മുന്നേ ബേപ്പൂർ MLA ആണ്, മന്ത്രിയായിരുന്നു, ട്രേഡ് യൂണിയൻ നേതാവ്. അങ്ങനെ എഴുതി തള്ളാവുന്ന ഒരാളല്ല ഇളവരക്കരി. CPMന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി. അപ്പോൾ അവിടെ ടൈ ആണ്. അവിടെ BJP പിക്ചറിലേ ഇല്ല. BJP കൂടി വന്ന 1 ലക്ഷം വോട്ട് പിടിക്കും, 1.5 ലക്ഷം മാക്സിമം. അതിനപ്പുറത്തേക്ക് BJPക്ക് അവിടെ ഒന്നും ചെയ്യാനാവില്ല. അപ്പോൾ അവിടെ ടൈ എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ MK രാഘവൻ ആൻഡ് ഇളമരക്കരി. ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ടൈ ആയിട്ട് കയ്യാലപ്പുറത്ത് വെച്ചിരിക്കുന്നത്. അതങ്ങോട്ടോ ഇങ്ങോട്ടോ മറിയാം. പിന്നെ കോട്ടയം തെക്ക്, കോട്ടയം സ്ഥിതി ഇതാണ്. കോട്ടയം ഒരു UDF
പ്രോ യു ഡി എഫ് മണ്ഡലമാണ് ലോക്സഭ കോട്ടയം. അവിടെ ഫ്രാൻസിസ് ജോർജാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി. ഒത്തിരി ബന്ധങ്ങൾ, ഇടുക്കിക്കാരനാണെങ്കിലും കോട്ടയമായിട്ട് ഫ്രാൻസിസ് ജോർജിന് ഒത്തിരി ബന്ധങ്ങളുണ്ട്. അതേസമയം എൽ ഡി എഫിന്റെ തോമസ് ചാഴിക്കാടൻ യു ഡി എഫ് വിട്ടുവന്ന കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥി, സിറ്റിംഗ് എം പി, അദ്ദേഹവും ചില്ലറക്കാരനല്ല, വളരെ ജനകീയനാണ്. അപ്പോൾ ഒരു ടൈറ്റ് ഫൈറ്റ് അവിടെ. ബി ജെ പി തുഷാർ വെള്ളാപ്പള്ളി കാര്യമായിട്ടൊന്നും വോട്ട് പിടിക്കില്ല എന്ന് തുഷാറിന്റെ അച്ഛൻ തന്നെ, വെള്ളാപ്പള്ളി നടേശൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു. മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാണ്. തുഷാറിന് ഇവിടെ വോട്ടൊന്നും കിട്ടാൻ പോണില്ല, സാധ്യതയില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ തന്നെ മകനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മത്സരം ഇവർ തമ്മിലാണ്. അതുകൊണ്ട് തന്നെ അത് ടൈ ആണ്, വളരെ ടൈ ആണ്. ഞങ്ങളതിനെ ഒരു പ്രോ യു ഡി എഫ് എന്നോ പ്രോ എൽ ഡി എഫ് എന്നോ ഇപ്പോൾ നമുക്കത് പറയാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പിന്നെ ഇടുക്കി നമുക്കറിയാം. ഇടുക്കി യു ഡി എഫിന് നമ്മൾ വെച്ചെങ്കിലും അവിടെ യു ഡി എഫിനൊരു ഒരു ഒരു മേൽക്കൈ ഉണ്ട്. ഇപ്പം ജോയ്സ് നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഡീൻ കുര്യാക്കോസ് മികച്ചൊരു എം പി ഒന്നും ആയിരുന്നില്ല കഴിഞ്ഞ തവണ പാർലമെന്റിൽ. പക്ഷേ അവിടെ ക്രിസ്ത്യൻ ചർച്ചിന്റെ നിലപാടുകൾ, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട്. അത്രയും ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇടുക്കിയെ നമ്മൾ യു ഡി എഫിന്റെ പ്രോ യു ഡി എഫ് സീറ്റായിട്ട് പെടുത്തിയത്. പക്ഷെ അവിടെ നല്ലൊരു മത്സരം നടക്കുന്നുണ്ട്. അട്ടിമറി വല്ലതും നടന്നാൽ മറിച്ചൊരു ഫലം വേണേൽ ഇടുക്കിയിൽ പ്രതീക്ഷിക്കുക. അട്ടിമറി നടക്കുകയില്ലയോ എന്നുള്ളത് ഇപ്പോൾ ഒരു തീർത്തും അതൊന്നും വ്യക്തമല്ല. ഇത്രയുമാണ് കേരളത്തിന്റെ ഈ ഫൈനൽ സാധ്യത. അപ്പം ഞങ്ങൾ ഇതിനകത്ത് പറയുന്നത് ഒരു 8 സീറ്റ് വരെ എൽ ഡി എഫ്, ഒരു 12 യു ഡി എഫ് ഒരു സാധ്യത. ഇനി 12-8 എൽ ഡി എഫിന് ഒരു കുറെ കൂടെ വലിയ മുന്നേറ്റം. കയ്യാലപ്പുറത്തുനിന്ന് തേങ്ങ 7 എണ്ണത്തിൽ ഒരു 5 എണ്ണം ഇങ്ങോട്ട് വീണാൽ അത് 10, 10, 11, 9 ആവും. ഏത് ഈ കയ്യാലപ്പുറത്തിരിക്കുന്ന 7 തേങ്ങയിൽ ഒരു 5 എണ്ണം എൽ ഡി എഫിന്റെ ഭാഗത്തേക്ക് വീണാൽ എൽ ഡി എഫിന് 10, യു ഡി എഫിന് 10ലേക്ക് എത്താൻ പറ്റും. ഈക്വൽ ടു ആയി. അല്ലെങ്കിൽ എൽ ഡി എഫ് 8, യു ഡി എഫ് 12. ഇതാണ് മറ്റൊരു സാധ്യത. പിന്നല്ലേ 11-9. 11 സീറ്റ് യു ഡി എഫ്, 9 സീറ്റ് എൽ ഡി എഫ്. അല്ല നേരെ തിരിച്ച് ഇൻട്രവേഴ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും അത് മാറാം. അപ്പൊ ഈ ഒരു സാധ്യതയിലാണ് നമ്മൾ നീങ്ങുന്നത്. ഏറ്റവും സാധ്യത 12-8 എന്നത്. ഈ കയ്യാലപ്പുറത്തെ തേങ്ങളായിരിക്കും അന്തിമമായിട്ട് ഈ ടാലി തീരുമാനിക്കുക. ഇതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ.